എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബലരാമസ്വാമിയുടെ ജീവത്യാഗം ചെയ്തത് എങ്ങനെയെന്നുള്ളതിൻ്റെ കഥയാണ്. അതായത് ദ്വാപര യുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീകൃഷ്ണൻ ജനിച്ചതുപോലെ തന്നെ ശേഷനാഗം ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിയായിട്ട് അവതരിക്കുകയാണ്. അന്ന് മധുര ഭരിച്ചിരുന്നത് കംസനായിരുന്നു. അപ്പോൾ ദേവകിക്ക് ഉണ്ടാവണ പുത്രന്മാരെ എല്ലാം കംസൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിലാണ് ബലരാമസ്വാമി അവതരിക്കുന്നത്. അപ്പോൾ യോഗമായി എന്ത് ചെയ്തു, ഈ കുട്ടിയെ നേരെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. അങ്ങനെ നന്ദഗോപരയുടെ ഗൃഹത്തിലാണ് ബലരാമസ്വാമി ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ വളരെ ശക്തിമാനായിരുന്നു ബലരാമസ്വാമിക്ക്. ബലഭദ്രവി എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്, തൻ്റെ ശക്തി കാരണം വന്ന പേരാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശക്തമായ ആയുധങ്ങളാണ് ഗദയും കലപ്പയുമാണ്. ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു ദുര്യോധനൻ ബലരാമസ്വാമിയുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ ദുര്യോധനൻ വന്നിട്ട് ബലരാമസ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട് യുദ്ധത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകൃഷ്ണനെതിരായിട്ട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ശ്രീകൃഷ്ണൻ പാണ്ഡവ പക്ഷത്താണ്. യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഗാന്ധാരിക്ക് തൻ്റെ മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഗാന്ധാരീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയാണ്, നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞത്, നിൻ്റെ യാദവകുലം തമ്മിൽ തല്ലി മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി ശപിക്കുന്നുണ്ട്. അവസാനം അങ്ങനെ തന്നെ സംഭവിച്ചു. യാദവകുലം നശിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിഷമം കൊണ്ട് ബലരാമസ്വാമി അവിടുന്ന് പോവുകയും നേരെ സോമനാഥ ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാനെ പ്രണമിച്ച് അതിൻ്റെ അടുത്തുള്ള സമുദ്രത്തിൽ തൻ്റെ ജീവൻ വെടിയുകയും ചെയ്തു.